നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി സയൻസ് മിറക്കിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. When our Lord Jesus was on this earth, he performed a lot of signs and miracles. ഈ ചോദ്യത്തിന് ഐ ആം എക്സ്പെക്ടിങ് ആൻസർ ഫ്രം ദ ഫ്രണ്ട് റോ. ഓക്കെ, ആദ്യം നിങ്ങൾ യൂത്ത്, then open to all. Simple question. I would like to get an answer from the youth, especially those who are sitting at the front. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ ലൈൻ ആക്കും. No. The young members of the church. ഇത്രേ ഉള്ളൂ. കർത്താവ് ചെയ്ത ഒരത്ഭുതം 4 ഗോസ്പൽസിലും ഉണ്ട്. ഏതാണ് ആ അത്ഭുതം? Which one of the miracles Lord Jesus performed? This was written in all 4 gospels. What is that sign? Or what is that miracle? Can you say again? Feeding of 5,000. Amen. Hallelujah. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതമാണ് എല്ലാ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. മാത്യു 14, മാർക്ക് 6, ലൂക്ക് ചാപ്റ്റർ 9 ആൻഡ് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 6. ഈ 4 അധ്യായത്തിനകത്തുണ്ട്. ആ 4 അധ്യായത്തിനകത്തെയും എഴുത്തുകാരുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിൽ ദൈവം അവരെ കൊണ്ട് എഴുതിച്ചപ്പോൾ അല്പം വിവരണത്തിലെ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. We can see that in Matthew, Mark, Luke, and in John, we can see Jesus was feeding with the bread. We can see, but the contextual descriptions were a little different in all these gospels. നമുക്ക് മാത്യുവിലേക്ക് തിരിയാം. മാത്യു ചാപ്റ്റർ 14. Let us turn our attention to മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 13 to 15. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. മതി. Somebody please read in English. Somebody please. മതി. താങ്ക് യു. വളരെ പരിചയമുള്ള വേദഭാഗത്തിൽ നിന്ന് വളരെ പ്രാക്ടിക്കലായ 2-3 ലെസൺസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. We read a very familiar passage and I would like to deliver a very practical message through these verses. വളരെ ആവശ്യത്തിൽ നിൽക്കുന്ന ഒരു മൾട്ടിറ്റ്യൂഡിന് കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് അവരുടെ മുന്നിൽ നടത്തുന്ന ഒരു മിറക്കിളാണ് നമ്മളിവിടെ വായിച്ചത്. ആ മിറക്കിളിനെ ജോൺ ദ അപ്പോസ്റ്റൽ ആ മിറക്കിളിനെ സൈൻ എന്നാണ് പറയുന്നത്. A group of people, they are in a terrible need. Amongst them, Lord Jesus was performing a miracle, and this was being called out by the disciple John as sign. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. There was a famous photographer from Africa, Kevin Carter. South Africa. അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ ഓൾമോസ്റ്റ് എല്ലാവരും വളരെ വൈറലായ ഒരു പിക്ചർ കണ്ടിട്ടുണ്ട്. Maybe you all might have seen one of his pictures who went viral. ഒരു വൾച്ചറും ആ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ചൈൽഡിന്റെ ഒരു ഫോട്ടോ. ആഫ്രിക്കയിലെ സുഡാനിൽ നടന്ന ഒരു ക്ഷാമത്തിന്റെയാണ്. A famine happened in the area of Sudan, and he pictured a picture with a vulture, a big vulture and a starving child. 1993-ൽ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് ഈ കെവിൻ കാർട്ടറിനാണ് കിട്ടുന്നത്. In 1993, Kevin Carter got the award for this portrait. 1994-ൽ കെവിൻ കാർട്ടർ committed suicide. In 94,
that same person who portrayed, he committed suicide. കാരണം മീഡിയക്കാരെല്ലാം തന്നെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നു. Because all the medias came to Kevin Carter to interview him. എല്ലാവരും ആ ഫോട്ടോ എങ്ങനെ എടുത്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരു മീഡിയക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, Everyone came and asked Kevin Carter, how did you capture that portrait? And one of the interviewers asked Kevin Carter this question. വാട്ട് ഹാപ്പൻ ടു ദാറ്റ് സ്റ്റാർവിംഗ് ചൈൽഡ്? What happened, praise the Lord, ആ കൊച്ചിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു. what happened to that starving child? എല്ലാവരും പിക്ചറിന്റെ പുറകെയായിരുന്നു, ആരും ആ കൊച്ചിന്റെ കാര്യം അന്വേഷിച്ചില്ല. Everyone was after that famous portrait, but no one cared about that starving child. എല്ലാവരും ഫോട്ടോയ്ക്ക് പ്രാധാന്യത കൊടുത്തു, കൊച്ചിനെ മറന്നുപോയി. കെവിന് ആ ചോദ്യം തന്നെ വളരെ നിരാശനാക്കി. ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. Everyone gave importance to that portrait, but no one cared about that starving child. And one of those interviewers' question made Kevin Carter sad, and he committed suicide the next year. ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ വാക്യത്തിലേക്കൊന്ന് വരാനായിട്ടാണ്. I gave you that example because I want to take your attention to this passage. ചില ദിവസങ്ങളായിട്ട് യേശുവിൻ്റെ കൂടെയാണ് ഈ മൾട്ടിറ്റ്യൂഡ്. For a couple of days, these multitudes were following Jesus. അവർക്ക് വിശന്നു എന്നാണ് വായിക്കുന്നത്. We read that they were all hungry. കർത്താവ് അവർക്ക് അത്ഭുതകരമായിട്ട് ആഹാരം കൊടുക്കുകയാണ്. Lord Jesus was providing them food miraculously. അതുകൊണ്ടൊരു ദേവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട് ഈ ഭാഗത്തെ വെച്ച്. So one of the preachers told like this with respect to this passage. അവരുടെ ആവശ്യത്തിന്റെ മുഖത്ത് അവരെ സമീപിക്കുക. Meet them at the point of their need എന്നാണ് അദ്ദേഹം ഈ പാസേജിനെ പറഞ്ഞത്. Praise the Lord. One of the preachers said that meet the multitudes during at the time of their need. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇവിടെ ഈ ആഹാരം കഴിച്ചിട്ട് മിച്ചം വരുന്ന ഒത്തിരി ഒരു കുറച്ച് കാര്യത്തെ കർത്താവ് കളക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. We can read that in this passage there was a little bit left over and Jesus was telling them to collect that leftover. ഞാൻ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാം, നമ്മൾ എത്ര സഫിഷ്യൻസി ആയിട്ടാണ് ജീവിക്കുന്നത്, എന്നാൽ എത്രയോ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു. അവരെ നമ്മൾ വിസ്മരിക്കരുത് എന്നൊരു കാര്യം. മീറ്റ് ദം ദ പോയിന്റ് ഓഫ് ദെയർ നീഡ്. ഈ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ കെവിൻ കാർട്ടറോട് ചോദിച്ച അതേ ചോദ്യം കർത്താവ് നമ്മളോട് ചോദിക്കും. So I would like to encourage our little children. So you guys are all living in such an abundance. So always think that in your mind that meet everyone during their need. ഒരു കൊച്ചിനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖമാണ് കെവിൻ കാർട്ടറിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. Kevin Carter was led to murder or led to death because of his thought that I was unable to feed a child. ഒരുപക്ഷെ നമുക്കാർക്കും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാർക്കും അങ്ങനെ ഒരു കാര്യം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പോലും അറിയാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരോ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുന്നവരോ അവരതിനെപ്പറ്റി കേട്ടിട്ട് പോലും കാണാൻ സാധ്യതയില്ല. Maybe I was thinking that our children might not even heard that people are suffering and in this way around us. അതുകൊണ്ട് ഫുഡ് കളയരുത്, ഒന്നും കളയരുത്. വളരെ ആളുകൾ നമ്മളെ പോലെ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലേലും വളരെ ആളുകൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്. Meet them at the point of their need. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. So I would like to tell you everyone, do not waste food because many kids are suffering and living in poverty. നിങ്ങൾ ഓർക്കുന്ന സൺഡേ സഭായോഗത്തിൽ ഇതാ പ്രസംഗിക്കുന്നതെന്ന്. നിങ്ങളെല്ലാവരുടെ സൺഡേ അല്ലേ കിട്ടുള്ളൂ, പിന്നെ എപ്പോഴാണ് കിട്ടുന്നത്? So maybe you are thinking that why am I preaching like this since I am getting you all together on Sundays. That's the reason I am delivering in this way. Praise the Lord. Amen. ഈ ചർച്ചിലുള്ള ഒരു കൊച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ഉണ്ടായിരുന്നപ്പം അവിടെ ബർത്ത്ഡേക്ക് കിട്ടിയ പൈസ മുഴുവൻ എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇന്നൊരിടത്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ബർത്ത്ഡേക്ക് ആരോ കൊടുത്ത ഗിഫ്റ്റ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ട്രൈബൽസിൻ്റെ ഇടയിൽ കൊണ്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു കൊച്ചെൻ്റെ കൊണ്ട് പൈസ തന്നു ഇവിടെ. In this gathering, one of our small member of our church who got some money during her birthday, she or he okay, one of them collected that money and gave that whole birthday money to pastor and said that please distribute this money in a tribal colony. ആരാ തന്നെന്നുള്ള കാര്യം അവരവർക്ക് അറിയാമല്ലോ, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല.
I'm not going to explain, but the person knew whom he or she gave. ഇവിടെ ഈ ജനത്തിന് ഫുഡ് ആവശ്യമാണ്, കർത്താവ് അത് കൊടുത്തു എന്നതാണ് ഈ കഥയുടെ പ്രധാന സംഭവം. Here we read that multitude are being hungry, they need food. Lord provided it. Praise the Lord. നമുക്ക് ആ പാസേജിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം. Let us turn to important facts of the passages. 13-ാം വാക്യം ചാപ്റ്റർ 14 വേഴ്സ് 13 തുടങ്ങുന്നത് അത് കേട്ടിട്ട് എന്ന് പറഞ്ഞാണ്. അത് കേട്ടിട്ട്. We are reading 14:13 starting like this. Now when Jesus heard this. അങ്ങനെയെങ്കിൽ ന്യായമായിട്ട് ചോദിക്കാം, എന്ത് കേട്ടിട്ടാണ് താഴോട്ടുള്ള കാര്യം മാത്യു എഴുതുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. We have a reasonable question. What did he hear? നിങ്ങൾ 14:1 മുതൽ 12 വരെ വായിച്ചാൽ യേശുവിന്റെ ഫോർറണ്ണർ ആയിരുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കൊല്ലുന്ന സംഭവമാണ് ആ ഭാഗത്ത് വായിക്കുന്നത്. If you read the previous verses of chapter 14, we can see that the context is the forerunner of Jesus Christ, John the Baptist, was being beheaded. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്നാണ് മാത്യു ഒരു കാര്യം പറയുന്നത്. So Matthew was telling the context is this beheading of John the Baptist. ഇവിടെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഒട്ടും ക്രൗഡഡ് അല്ലാത്ത നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് അവർ പോയി എന്നാണ് വായിക്കുന്നത്. We are reading that when Jesus heard this, he withdrew from that place to a desert. ആ ഡെസേർട്ടിന്റെ പേര് മാത്യു എഴുതുന്നില്ല. ഈ സംഭവം ലൂക്ക് ചാപ്റ്റർ 9 ലൂക്ക് എഴുതുമ്പോൾ 9 വേഴ്സ് 10 ഇത് നടന്നത് എവിടാന്ന് എഴുതുന്നുണ്ട്. Matthew was not being that desert's name, but Luke in chapter 9, he was writing the name of the desert. ചാപ്റ്റർ 9 വേഴ്സ് 10 ഒരു സ്ഥലപ്പേരുണ്ട്. അങ്ങനെ യേശുവും ശിഷ്യന്മാരും ബെത്സയിദയ്ക്ക് പോയി എന്നാണ് വായിക്കുന്നത്. മാത്യു സ്ഥലം എഴുതുന്നില്ല, ലൂക്ക് സ്ഥലം എഴുതുന്നുണ്ട്. Matthew was not writing the place's name, but Luke was writing Bethsaida is the name of the desert. അങ്ങനെയെങ്കിൽ എന്തിനാണ് യേശുവും ശിഷ്യന്മാരും ബെത്സയിദയ്ക്ക് പോയത്? Then why did Jesus and the disciples went to that place called Bethsaida? നിങ്ങൾ ആ റൂട്ട് വിട്ടു പോകരുത്. എവിടെ നടന്നു, കോണ്ടെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞു. നിർജ്ജന പ്രദേശം അത് ബെത്സൈദയായിരുന്നു. നമ്മുടെ മനസ്സിൽ ആ പിക്ചർ അതുപോലെ ഉണ്ടാകണം. So we all have to picturize in our mind that there was a desert and there was none, and the place of that desert is Bethsaida. ആ ബെത്സയിദയ്ക്ക് മാത്രം പോകാൻ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? Why did he specifically chose Bethsaida? ജോൺ 1:44 നോക്കിയേ. ജോൺ 1:44 ആ ബെത്സയിദ ചൂസ് ചെയ്തതിന്റെ കാര്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം വാക്യം. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവനായിരുന്നു. മതി. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും ഒരു പേരുടെ ഉണ്ടല്ലോ, Andrew and Peter. Philip was from ഫിലിപ്പ്. Bethsaida. അങ്ങനെങ്കിൽ യേശുവിന്റെ കൂടെയുള്ള 3 ഡിസൈപ്പിൾസിന്റെ കുറഞ്ഞ പക്ഷം വീട് ബെത്സയിദയിലാണ്. So we are reading from the book of John that Philip was from Bethsaida of the city of Andrew and Peter. Almost 3 of these disciples' birthplace was Bethsaida. കുറഞ്ഞത് 3 പേരുടെ വീട് അവിടെ. We can assume at least 3 of their disciples' place was Bethsaida. അന്നേരം നോക്കിയേ, ബെത്സയിദയിലേക്ക് പോകാൻ കാരണം യേശുവിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസൈപ്പിൾസിന്റെ വീട് അവിടെയാണ്. Because they were going to Bethsaida and immediate disciples' birthplace was Bethsaida. എന്തുകൊണ്ടാണ് യേശുവും ശിഷ്യന്മാരും ബെത്സയിദയിലേക്ക് പോയത് എന്നതിന്റെ ഒരു കാരണം മാത്യു പറയുന്നുണ്ട്, യോഹന്നാന്റെ മരണമാണ്. One of the reasons Matthew was saying, why did Jesus and his disciples go to Bethsaida? One reason was beheading of John the Baptist. ഇനി ഒരു റീസൺ കൂടെ ഉണ്ട്. ഇതേ ഇൻസിഡന്റ് പറയുന്ന മാർക്ക് ചാപ്റ്റർ 6. Another reason is represented in Mark 6-ാം അധ്യായം. ചാപ്റ്റർ 6 വേഴ്സ് 30 എന്ന് നോക്കിയേ. 6 വേഴ്സ് 30. 6-ാം അധ്യായം 30-ാം വാക്യം. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായ്ക കൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. മതി. നിങ്ങൾ ആ വാക്യം താഴോട്ട് വായിച്ചാൽ അവിടെയും ഫീഡിങ് 5,000 എക്സ്പ്ലനേഷൻ ആണ് ആ വാക്യം താഴോട്ട്.
If you read continually, we can see that feeding of 5,000 is represented there too. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ച 2-3 കാര്യത്തെ ഒന്നുകൂടെ ഷോർട്ടാക്കി ഞാൻ പറയാം. So I would like to conclude these few sentences. പോകാനുള്ള ഒരു കാരണം യോഹന്നാന്റെ ശിരച്ഛേദമായിരുന്നു. One of the reasons was a beheading of John the Baptist. ബെത്സയിദ തിരഞ്ഞെടുത്തത് ഡിസൈപ്പിൾസിന്റെ വീടായതുകൊണ്ടാണ്. Bethsaida was chosen because disciples' birthplace was there. ബെത്സയിദയിലേക്ക് അവര് പോകാനായിട്ട് തീരുമാനിച്ചതിന്റെ മറ്റൊരു കാരണം അവര് വളരെ ടയേർഡായിരുന്നു, കഴിക്കാൻ പോലും സമയമില്ലാതെ മിനിസ്ട്രിയുടെ തിരക്കായിരുന്നു, അല്പം റെസ്റ്റ് എടുക്കാനായിട്ട് പോയതാണ് എന്നാണ് മാർക്ക് എഴുതിയേക്കുന്നത്. Mark was writing like this: since they were so busy, they were unable to take some rest. In order to have some time off, they went to Bethsaida. അങ്ങനെയെങ്കിൽ ഫീഡിംഗ് ഓഫ് 5,000 ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയോ? So, if that are the reasons, then you got a background of feeding of 5,000. അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് പോയ യേശുവിനെയും ശിഷ്യന്മാരെയും ജനം കണ്ടിട്ട് അവര് കാൽനടയായി നടന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവരുടെ റെസ്റ്റ് എടുപ്പൊന്നും നടന്നില്ല. അവരോട് യേശു കർത്താവ് വചനം പറഞ്ഞ് അവർക്ക് ആഹാരം കൊടുക്കുന്ന സംഭവമാണ് ഈ 5,000 പേരെ പോഷിപ്പിക്കുന്ന കാര്യം. So basically, Jesus and his disciples were tending to take some rest, but multitudes came by walking and they came hungry, and Lord is providing them the food. That is the context we read. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഞാൻ ഈ സ്റ്റോറി അതിൻ്റെ വിശദീകരണമൊന്നും പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു 2-3 ലെസൺസ് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. I'm not going to explain the story, but I'm going to give you some of the important points of this passage. നമ്മൾ ഇതിൻ്റെ 21-ാമത്തെ വാക്യം പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ വായിച്ചാൽ ഈ മീറ്റിങ്ങിന് അല്ലെങ്കിൽ കർത്താവ് ഈ 5 അപ്പം കൊണ്ട് 5,000 പേരെ പോഷിപ്പിക്കുന്ന ഈ മീറ്റിങ്ങിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്യു 14:21 ഈ ആഹാരം കഴിച്ചവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5,000 പുരുഷന്മാരുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കൂടെ കൂടിയതിനകത്ത് ഫാദറും ഉണ്ടായിരുന്നു, മദറും ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും യോഗത്തിന് പോകുമായിരുന്നു എന്നർത്ഥം. So basically, when we read the verse 21, we can see that they did eat were about 5,000 men, besides women and children. In total, we can say that those who followed Jesus was not only men, but also women as well as children. ഫാമിലിയായിട്ട് Yeah, മീറ്റിങ്ങിന് പോകുക. they all went as a family. അങ്ങനെ തന്നെയല്ലേ ആ വാക്യത്തിൻ്റെ അർത്ഥം? എല്ലാവരും ഉണ്ടായിരുന്നു യോഗത്തിന്. So the meaning of that verse is they all went to as a family to listen to Lord. നിങ്ങൾ യൂറോപ്പും UK-യും പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ പല ചർച്ചുകളൊക്കെ പോയി കാണാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. പല കൂട്ടായ്മകളും വേദനയോടെ പറയാം, എനിക്ക് മീഡിയയ്ക്ക് അത്ര പോകുന്നതുകൊണ്ടൊരു ഭയമുണ്ട്, കള്ള് ഷാപ്പുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ്. നമ്മൾ വളരെ ദൈവം ഉപയോഗിച്ച പേര് കേട്ട മിഷണറിമാരുടെ സ്ഥലങ്ങൾ പോലും പബ്ബായിട്ടാണ് ഇന്ന് ലണ്ടൻ ആ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. I don't know about you, but I have had the privilege to visit many places of UK, and many of the churches were turned into pub. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി പഠനം നടത്തിയവർ പറഞ്ഞെന്നാണെന്നറിയാമോ? അപ്പനും അമ്മയും മാത്രം ഓരോ ആഴ്ച ഇടവിട്ട് യോഗത്തിന് പോകും. മക്കളെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മക്കളെ വീട്ടിൽ ഒരാഴ്ച അമ്മ നോക്കും, ഒരാഴ്ച പപ്പ നോക്കും. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ ചർച്ചിൽ പോകാതെയായി ആ തലമുറ പോയപ്പോൾ ഹോളിൽ ആരും ഇല്ലാതെയായി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെയായി. അങ്ങനെ അത് വിറ്റു എന്നാണ് അതിൻ്റെ ഒരു സ്റ്റോറി. One of the stories, when I searched, I heard that during the certain times, mother will go to the church. At that time, father will take care of the children. And in that way, they alternatively attend to church without taking their children to the church. So after a while, when that first generation left this world, there is no one to go and attend the church services. So the church temples, all the places of church were empty. നമുക്ക് ആ അപകടം ഉണ്ടാകരുത് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. So I am telling you, we do not happen to have that, to face that situation. ഇന്ന് ഒരു പ്രീസ്റ്റുമായിട്ട് ഞാൻ രാവിലെ ഫോണിൽ സംസാരിച്ചു. Today morning, I have had the privilege to talk
to a priest through phone. അദ്ദേഹം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും ചർച്ചയിൽ വന്നത്. ഞാൻ ചോദിച്ചു, എല്ലാവരും വന്നിട്ട് ഇന്ന് ചർച്ചയിൽ വന്നായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു വർഷമായതുകൊണ്ട് പലർക്കും മടിയാണെന്ന് പറഞ്ഞു. When I asked him after an year, almost all members gathered in the church. Then I asked, did everyone attend the service? He said that after an year, people are tending to be lazy to attend church services. ഒരു ആ നിലയിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിനാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യത. ഇന്ന് യോഗത്തിന് വന്നില്ല, ഇനി വരികയല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. He was saying that there are certain denominational churches, they have the most important day of their church services is Easter day. If they didn't attend that service, that means they are not going to come to church anymore. ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. Praise the Lord. By His grace, we are all here. May His name be glorified. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പുരുഷാരം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇവര് അപ്പം കിട്ടാനായിട്ട് വന്നതല്ല കേട്ടോ. അങ്ങനെ ഒരു പോളിസി ഇതിനു മുമ്പ് നടന്നിട്ടില്ല. So when multitude gathered with Lord Jesus, they came as family. They didn't come in search of food. കാരണം അതിനു മുമ്പ് അങ്ങനെ ഒരു മൾട്ടിറ്റ്യൂഡിന് യേശു ഫുഡ് കൊടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇല്ല. അവർ വന്നത് 4 സുവിശേഷങ്ങളുടെ വായിച്ചു നോക്കിയാൽ വചനം കേൾക്കാൻ വന്നു എന്നാണ് എഴുതിയേക്കുന്നത്. Till that time, there were not such type of miracle happened. So they didn't come to eat bread, but they came to listen the word of God from Jesus. പക്ഷേ വചനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ബേസിക് നീഡിനെയും മീറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ കർത്താവ് മറന്നില്ല എന്നൊരു പാഠം അവിടെ ഉണ്ട്. So we can tend to see a lesson from that portion, that when they give importance to listen to the word of God, Lord Jesus didn't forget their primary need. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് അപ്പം മാത്രം പ്രതീക്ഷിച്ചാണ്. ദൈവവചനത്തെ പറ്റി അവർക്ക് യാതൊരു പ്രതീക്ഷയില്ല. അതാണ് ക്രിസ്ത്യാനിറ്റി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരു കാരണവശാലും ആ ഡിഫൈൽമെന്റിൽ പെട്ടുപോകരുത്. One of the biggest defilements nowadays all Christians or churches are facing is people are tending to go after Lord just to seek the physical need. നമ്മളെല്ലാം ഇന്നത്തെ മീഡിയയിലെ പ്രസംഗത്തിന്റെ ഹെഡിങ് നോക്കിയാൽ മതി, ഹൗ ടു ഹാവ് ഗുഡ് ലൈഫ് നൗ. ഇപ്പോഴെങ്ങനെ നല്ലപോലെ ജീവിക്കുക, എല്ലാ പ്രസംഗവും അത് തന്നെയാണ്. If you search through media, we can see all the titles of the messages through all medias are how to live a good life on this earth. എന്നാൽ അങ്ങനെ ഒരു പാസേജും 27 പുസ്തകങ്ങളിൽ പുതിയ നിയമസഭയ്ക്ക് എഴുതി നൽകിയിട്ടില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. But please do not forget that in none of the 27 books God, any of the apostles wrote how to live a physical or lead a physical life on this earth. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാന് വേണ്ടി ഈ വീട്ടുകാർ, ഈ കുടുംബങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അവരുടെ വിശപ്പ് അവര് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കർത്താവിന് മനസ്സിലായി എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. But please do not forget that these whole multitudes who came as a family, they didn't mention their need, but Lord Jesus didn't forget their needs. Please listen to me very carefully. Hallelujah. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ഒരു സെന്റൻസിൽ ഇങ്ങനെ പറയാം, ഈ ജനം യേശുവിനോട് വിശക്കുന്നു എന്ന് പറഞ്ഞായിരുന്നോ? Did I ask you, did this multitude ask God that we are hungry? അവർ പറഞ്ഞില്ല. They didn't tell, they didn't ask for food. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മൾ പറയുന്നതിന് മുമ്പ് എല്ലാം നന്നായി അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് ദൈവവചനം കേൾക്കാൻ പോകുക എന്നതായിരിക്കണം. So I would like to tell you that our ultimate purpose for attending church or listening to any word of God should to please God, not to meet the physical need. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ മൾട്ടിറ്റ്യൂഡിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം എന്നാണെന്നറിയാമോ? ദൈവവചനം കേൾക്കാൻ പോകുക എന്നൊരു പാഠം ദൈവസഭ പഠിക്കണം. So we can learn a lesson from this passage that we want to follow Lord Jesus, or we want to read the scriptures in order to understand the word of God. ഇവിടെ ഈ ജനം നടന്നാണ് യേശുവിന്റെ വചനം കേൾക്കാനായിട്ട് പോയത്. Here we can see that the whole multitudes came to listen from Lord Jesus by walking. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത്
എന്തെല്ലാം ആധുനികമായ കാര്യങ്ങളുള്ള ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളെത്ര അധികമായി ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത ഉണ്ടാകണം എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. So nowadays we are living in such a modern world. We have so many facilities to travel. So please do not forget, the whole families are coming by walking to listen from the Lord Jesus. ഇവിടെ ഈ ജനം വചനം കേട്ട് 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 സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. When the multitudes came and listened from our Lord Jesus' mouth, and they forgot about the time. സ്തോത്രം. ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, ഈ ഏർലി മോർണിംഗിൽ നേരം വെളുക്കാറാകുമ്പോഴത്തേക്ക് കോഴി കൂവുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? I would like to ask our dear children, have you ever heard about roosters cry when early morning? Have you ever heard that? ഇല്ല. എന്നാൽ ഇവിടെ ഇല്ല, ഇന്ത്യയിലുണ്ട്. So kids who are here they are not maybe familiar about roosters sound, but back home in India early morning we can hear the cry of those birds. ഞാനൊരു സ്റ്റോറി പറയാനായിട്ടാണ് ഇത് പറഞ്ഞത്. I would like to mention a story regarding ഈ that. കോഴി കൂവുന്ന ഏർലി മോർണിംഗ് 3:30, 4 o'clock, 4:30 ഒക്കെയാണ്. Roosters are usually tend to cry early morning about 3:30 to 4:30. ഒരു ദിവസം ഒരിടത്ത് ബൈബിൾ ക്ലാസ് നടക്കുകയാണ്. Once upon a time there was a place a Bible class was being held. നടന്ന സംഭവമാണ്. സാജു മാത്യു സാറിന്റെ കേരള പെന്തക്കോസ്റ്റ് ഹിസ്റ്ററിക്കകത്ത് എഴുതിയേക്കുന്ന സംഭവമാണ്. It was a event happened which took place, especially Brother Saju Matthew pastor was writing in the Pentecostal history book. അങ്ങനെ എഴുതിയപ്പോൾ അതിനകത്തൊരു സംഭവം ഇതാണ്. ഒരു ദൈവദാസൻ രാത്രി മുഴുവൻ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. വളരെ ആത്മാവിൽ നിറഞ്ഞു പ്രസംഗിക്കുകയാണ്. All throughout the night one of the preachers were preaching. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പോകുന്നൊക്കെയാണ്. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, എക്സാമിന് മാത്രം പോവുകയല്ലേ നമ്മുടെ കോൺസെൻട്രേഷൻ? So usually ദിവസം നമ്മൾ എത്ര മണിക്കൂറാണ് പഠിക്കുന്നത്? people tend to say that after 30 minutes or so my concentration usually lose. But I would like to ask you how much time you spend before an examination and also when writing an exam. നമുക്ക് താല്പര്യമുള്ള കാര്യത്തിന് കോൺസെൻട്രേഷൻ പോവില്ല. If we are really interested, our concentration will never go. ഈ മൂവി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ കാണാറില്ല. 3 hour 4 hour ആണെങ്കിൽ ആ 3 മണിക്കൂർ 4 മണിക്കൂർ ഇരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പോവോ? I don't watch movies, but I would like to ask those who are watching movies, have you ever lost your concentration during the whole 3 hour? No. You will never lose your ഞാൻ concentration. 3-4 മണിക്കൂറിന്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ അതിന്റെ സത്യസന്ധത എന്ന് പറയാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. Hallelujah. അങ്ങനെ ഈ ദൈവദാസൻ പ്രസംഗിച്ചു. കോഴി വെളുപ്പിനെ ആയപ്പോൾ കൂകി എന്നാണ് സംഭവം. This preacher was preaching all throughout the night, and when he heard roosters cry, ഈ പ്രസംഗം കേട്ടോണ്ടിരുന്ന ഈ ബ്രദർ തൊട്ടപ്പുറത്തെ ചെയറിൽ നിന്ന് ആളെ തട്ടി പറഞ്ഞു, ബ്രദറെ നേരം വെളുത്തു, കോഴി കൂകി എന്ന് പറഞ്ഞു. Then the people who are listening, and the one brother called the other brother and told, almost already it is morning, the rooster was crying. അന്നേരം ഈ വചനം ഇങ്ങനെ കേട്ടോണ്ടിരുന്ന സഹോദരൻ ആവേശത്തിൽ പറഞ്ഞു എന്നാണെന്നറിയാവോ? Then the other brother who was listening so enthusiastically this message, he replied like this. എന്റെ സഹോദരൻ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുക, ആ കോഴി ചിലപ്പം സമയം തെറ്റി വല്ലതും കൂകിയതായിരിക്കും ഇവിടെ കേട്ടോണ്ടിരിക്കാൻ പറഞ്ഞു. So that brother was telling this brother that maybe that rooster was praising God, and that rooster didn't know the time. ഓക്കെ, ഈ പിടികിട്ടിയോ പറഞ്ഞ കാര്യം ആട്ടെ. ഇവിടെ ഈ ജനമുണ്ടല്ലോ, വചനം കേട്ട് 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 സന്ധിയായി. നമുക്കെന്നാ അറിയാമോ, ഈ പാസേജ് വായിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി എല്ലാവർക്കും കൊടുത്ത് നമുക്കും കിട്ടി. അതാ നമ്മുടെ ഇഷ്ടം. പക്ഷെ അതല്ല, ഇതിനകത്ത് വേറെ കിടപ്പുണ്ട്. വൈകുന്നേരം വരെ വചനം കിട്ടും. In total, Jesus was talking, and it was almost evening. Till that time also, the multitudes were listening from Lord Jesus. സമയം അത്രയായതുകൊണ്ട് ഈ ജനത്തിന് പ്രയാസമൊന്നും ഉണ്ടായില്ല. Multitudes didn't care about the time went by. യേശുവിനോടുകൂടെ ഇരിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? ദൈവവചനത്തോട് ചേർന്നിരിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? ഈ പുരുഷാരം നമ്മളെ വിരൽ ചൂണ്ടി ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് നാം പാഠം പഠിക്കണം. This multitudes is showing a lesson and asking a question to us. Do we have an interest to listen from the word of God? Are we caring about listening from God, or do we care about time? സമയം ഒന്നുമില്ല. രണ്ടാമത് ഡിസൈപ്പിൾസിൽ നിന്നൊരു പാഠം പഠിക്കണം.
The second lesson we can learn from the disciples. ഒന്ന്, ഈ ശിഷ്യന്മാർ യേശുവിനോട് വന്ന് പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിനകത്തുണ്ട്, നേരം വൈകി ഇത്ര ആൾക്കാർക്ക്, നമുക്കറിയാം 5000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഒരു 20,000 ആൾക്കാർ കാണുമായിരിക്കും അല്ലേ? അന്ന് ഒരു വീട്ടിൽ 5-10 പിള്ളേരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സിയാറ്റിലോട്ട് ചെന്നാൽ അത്രയും പേർക്ക് ഫുഡ് കിട്ടുമോ? അപ്പോൾ അങ്ങോട്ട് ചെന്നാൽ കിട്ടുകയില്ല. അങ്ങനെയെങ്കിൽ അവർ ചോദിച്ച ന്യായമായ ചോദ്യമാണ്, ഇവർക്ക് ഇത്രയും പേർക്ക് ഈ പട്ടണത്തിൽ എവിടെ നിന്ന് ഫുഡ് കിട്ടും? So basically, almost 20,000 plus people were gathering there, and almost evening is appearing, and disciples were wondering, where can we find food for this large multitude? അവര് ശിഷ്യന്മാരൊരു കണക്കൊക്കെ കൂട്ടിയിട്ട് പറയുന്നുണ്ട്, ഇത്രയും രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് And പറ്റുള്ളൂ. disciples were calculating calculating and saying that almost we need this much money to provide food for this multitude. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവർക്ക് യേശുവിനെ മനസ്സിലായില്ല എന്നൊരു പാഠം നമ്മൾ പഠിക്കണം. Basically, till this time, disciples were walking with Jesus, but still they didn't understand who he really is. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസമായപ്പോൾ വീണ്ടും അവരുടെ യുക്തിയിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. When they were fallen into a trouble or a problem, they were thinking their logic. എന്ന് പറഞ്ഞാൽ അത്രയായിട്ടും തമ്പുരാനിൽ ആശ്രയിക്കാനുള്ള ഒരു വളർച്ചയിലേക്ക് അവർ വന്നിട്ടില്ല എന്നൊരു അപകടം. There was a danger that till that time they were not brought up to trust in the Lord. നമ്മളും സെയിം ആണെന്നേ. We are also in the same way. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അറിയാം നമ്മുടെ ഫെയ്ത്ത് കർത്താവിൽ എത്രമാത്രം ഉണ്ടെന്ന്. When crisis arose, we know how much faith do we have. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അറിയുന്നത് തമ്പുരാനിലുള്ള എൻ്റെ ആശ്രയം എത്രമാത്രം ഉണ്ടെന്ന്. When there was a trouble, at that time we can know that how much dependence we all have in Jesus. ഇവിടെ ഡിസൈപ്പിൾസ് തമ്പുരാനിലുള്ള ആശ്രയത്തിൻ്റെ കുറവ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. കാലം ഇത്രയായിട്ടും യേശുവിനെ നമുക്കറിയാമോ? This disciples' dependence on Jesus, which points each one of us to ask this question: do we know Jesus really, who he is? അവരുടെ ബുദ്ധി ചിന്തിച്ചിട്ട് പിടികിട്ടാത്തതിൻ്റെ കാര്യം അവർ 3 ന്യായമാണ് പറയുന്നത്. ഇത് വിൽഡർനെസ് ആണ്, സമയം വൈകി, വി ഹാവ് നോ മണി. Due to their logic, they thought like this: time is like it is evening and it is dark and there is not enough money. പ്രൈസ് ലോർഡ്. ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, നെവർ ലിമിറ്റ് ഗോഡ്. ദൈവത്തെ ഒരിക്കലും നമ്മൾ പരിമിതിയിൽ പിടിച്ച് നിർത്തരുത് എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. One of the preachers were mentioned like this: never limit God in our understanding. ഈ പഴയ നിയമ പിതാക്കന്മാരെ ദൈവം നടത്തിയത് ഒരു യഹൂദനോട് ചോദിച്ചാൽ അവൻ്റെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ആവേശമാണ്. മന്ന കൊടുത്ത് ഞങ്ങളുടെ അപ്പനെ ദൈവം പൊറ്റിയതാന്ന് അവർ ആവേശത്തോടെ പറയും. Hallelujah. If we ask an Old Testament saints, they know, they will tend to say how our fathers are. ഒരു യഹൂദനോട് ചോദിച്ചാൽ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിന്റിനെ പറ്റി അവർ പറയും. Yeah, if we ask a Jew, he will tell about the Old Testament saint that how they were fed by the bread from heaven, manna. അത് പറയുമ്പോൾ ഈ യഹൂദന്മാർക്ക് അങ്ങ് ആവേശമാണ്, അവർ എക്സൈറ്റഡ് ആയിട്ടാണ് അത് പറയുന്നത്. When a Jew was being asked this question, they became excited to give this reply. എന്നാൽ ഈ ജനം, ഈ ഡിസൈപ്പിൾസ് മറന്നുപോയ കാര്യമുണ്ട്. അവർക്ക് അന്ന് മരുഭൂമിയിൽ അപ്പം കൊടുത്തവന്റെ മുന്നിലാണ് ഇവർ നിൽക്കുന്നത് എന്ന കാര്യം ഈ ജനം മറന്നുപോയി. But these disciples forgot who provided that manna to their forefathers. ഈ ശിഷ്യന്മാരിലൂടെ നാം പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്നറിയാമോ? What lesson do we need to understand from these disciples? ഇത്രയും വർഷമായിട്ടും അവരുടെ വിശ്വാസ ജീവിതത്തിന് ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല. Until this time, their faith life didn't grow.
ഞാൻ വളരെ പരമാർത്ഥത്തോടെ ചോദിക്കട്ടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അപ്പാ എന്ന് വിളിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന എത്ര വീട് നമ്മുടെ ചർച്ചിലുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Let me ask you honestly, whenever there is a crisis arose or there is a need comes, how many of our church members or families kneel down and ask and put their confidence in Him? നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് they cannot reach there, അവിടെ എത്താനായിട്ട് പറ്റത്തില്ല. In Old Testament, we can see that not everyone can approach the throne of grace. എന്നാൽ പുതിയ നിയമത്തിലെ ആ ത്രോൺ ഓഫ് ഗ്രേസ് എങ്ങനെയാണെന്നറിയാമോ? But do you know the throne of grace in the New Testament? ഒരു ദൈവ പൈതൽ എവിടെ മുട്ടുമടക്കുന്നോ അവിടെയാണ് പുതിയ നിയമത്തിലെ ത്രോൺ ഓഫ് ഗ്രേസ്. Whenever a New Testament member kneel down, that is the place of worship or the throne of grace. Praise the Lord. Amen. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മളെപ്പോഴും പറയുന്ന വാക്കുകളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ, എത്രമാത്രം കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിന് വളർച്ചയുണ്ട്. ഇതൊരു ആത്മപരിശോധനയാകണം. ശിഷ്യന്മാരെ നമ്മളെപ്പോലെ തന്നെയാണ് ആ ശിഷ്യന്മാരുടെയും ഒരവസ്ഥ എന്നത് വളരെ പരിതാപകരമാണ് എന്നൂടെ ഞാൻ ഈ സമയം ഓർപ്പിക്കുകയാണ്. We have to examine ourselves. How is our walk with the Lord and our trust with Him? This lesson is teaching us like the disciples' life. ഇനി അടുത്തൊരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറയാൻ ഇച്ചിരി പാടാണ്. Next sentence is a little difficult. ഇവിടെ ഈ എല്ലാ പാസേജിനും വായിക്കുമ്പോൾ ഈ 5 അപ്പം അല്ലാതെ 2 മീനും അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. We can see that there is nothing else except 5 loaves of bread and 2 fish. ന്യായമായിട്ടും പറയേണ്ടത്, ഈ ഭാഗത്തെ പറ്റി ഒരാൾ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞത്, ന്യായമായിട്ടും പറയേണ്ടത് നമ്മുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്നാണ് പറയേണ്ടത്. Usually it should be written like this: we have 5 loaves of bread and 2 fish. നിങ്ങൾ ആ 17-ാം വാക്യം നോക്കിയേ, 14:17. അവിടെ പറയുന്നത് ഇതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നവർ പറഞ്ഞു. But we can see in verse 17, disciples were saying that we have nothing else but 5 loaves and 2 fishes. ഒരു മലയാളത്തിലെ ഒരു സ്റ്റോറിയാണ്, ഞാനൊന്ന് പറയാം, ഒന്ന് ട്രൈ ചെയ്യാം ഇംഗ്ലീഷിലാക്കാൻ. I would like to tell you a story from Malayalam. ഒരു തമിഴ്നാട്ടിൽ, ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്ത ഒരു ദൈവദാസൻ. In India, in Tamil Nadu, a preacher was doing his ministry. നമ്മളെല്ലാവരും അധികം പാടുന്ന എം.ബി. ചെറിയാൻ സാറിന്റെ ജീവിതത്തിൽ സംഭവിച്ച, അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. This incident is based on M.E. Cheriyan sir, who wrote almost all the old Christian Malayalam songs. കുഞ്ഞുങ്ങളെ, ഇവിടെ പാടുന്ന ഓൾമോസ്റ്റ് ഓൾ ദ സോങ് കമ്പോസ്ഡ് ബൈ ആ ദൈവദാസൻ എം.ബി. ചെറിയാൻ. Praise the Lord. അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇല്ല എന്നൊരു വാക്ക് പറയരുതെന്ന് പറഞ്ഞു. When he got married, he told his wife, we should not say a word we do not have. 75 വർഷം മുമ്പത്തെ കാര്യമാണ്. Almost 75 years back this story happened. അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, വീട്ടിലെ അരി തീർന്നു. During one of those days, almost all the rice is over in that family. ഫുഡില്ല വീട്ടിൽ. There is no food in that house. ഭാര്യയോട് പറഞ്ഞേക്കുന്ന ഇല്ലെന്ന് പറയരുതെന്നാണ്. Wife was being told, do not ever say we do not have anything. പക്ഷെ എന്നെ ചെയ്യാൻ പറ്റും? പുള്ളിക്കാരി വന്ന് പറഞ്ഞ അരി ഇല്ലെന്ന് പറഞ്ഞു. What can she do? The wife or the of Cheriyan sir came and told him, we do not have rice. ഈ ദൈവദാസൻ പറഞ്ഞു, ഇല്ലെന്ന് പറയരുതെന്ന് ഞാൻ നിന്നോട് കെട്ടിയപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ. Then this preacher replied to wife, didn't I tell you when I got married we should not ever say we do not have something? അന്നേരം ഈ കർത്താനദാസി ചോദിച്ചു, പിന്നെ എങ്ങനെ പറയണം? Then this wife asked, how can I tell you this thing? അന്നേരം എം.ബി. ചെറിയാൻ സാർ പറഞ്ഞു കൊടുത്തു. Then the M.E. Cheriyan sir replied in this way. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയാലേ, ലിസൺ ടു മീ വെരി കെയർഫുൾ. പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, ഇങ്ങനെ പറയണം, ഒരൽപ്പം അരിയില്ലായ്മ ഉണ്ട്. I think you got it. So ഞാൻ നമ്മുടെ സമയം പോകുന്നു, ഇതൊന്നും മറന്നു പോകരുത്, മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. So you should never forget. You have to keep all these things in your mind. സ്തോത്രം. ഇനിയും നമ്മുടെ കർത്താവിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠം കൂടെ പറഞ്ഞിട്ട് വാക്കുകളെ പെട്ടെന്ന് നിർത്താം. So I would like to show you one lesson we can learn from Lord Jesus. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കർത്താവിന് ഒരു പരിമിതിയില്ല. ആള് കൂടിയാലും, സ്ഥലം മരുഭൂമിയാണെങ്കിലും,
നേരം വൈകിയാലും ആരുടെയും കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കർത്താവിന് ഒരു പരിമിതിയില്ല. നമ്മളെ അവിടുന്ന് പുലർത്താമെന്ന് പറഞ്ഞ് ഒരുവന്റെ പിന്നാലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. Our Lord Jesus, there is no limitation in him. Even though the time is evening, there are a big multitude and there is no resource, but still our God is able. Praise Lord. Amen. നോക്കൂ, Hallelujah. അങ്ങനെയാണെങ്കിൽ എൻ്റെ സമയം പെട്ടെന്ന് പോകുന്നല്ലോ. ഇങ്ങനെ ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാം. So we are serving a Lord like this, so we can kneel down before him. കർത്താവ് അവരോട് പറഞ്ഞു, എല്ലാവരോടും ഇരിക്കാനായിട്ട് പറഞ്ഞു. But Lord Jesus replied, make everyone to be seated. നിങ്ങൾ 14:19 നോക്കിയേ. Look into the verse 14, verse 19. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. And he commanded the multitudes to sit down on the grass. ആ വാക്യം മറിക്കാതെ turn to John chapter 6. Let us turn our attention to John chapter 6. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. Same incident John is explaining there. Same കാര്യം പറയുകയാണ്. Same incident was explaining there too. 6:11 6:11. 6 verse 11. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. നിങ്ങളൊരു പ്രയോഗം ശ്രദ്ധിച്ചോ? Did you notice one phrase over there? ഒരു ഫ്രേസിൽ മാത്യു എഴുതുന്നത് യേശു ഇരിക്കാൻ കൽപ്പിച്ചു എന്നാണ്. In Matthew we can see that Lord commanded them to be seated. ജോൺ എഴുതുന്നത് ഇരുന്നവർക്ക് കൊടുത്തു എന്നാണ്. In John, disciple was writing like this, he distributed the food those who were sat down. എൻ്റെ ഒരു മെഡിറ്റേഷൻ ഞാൻ നിങ്ങളോട് പറയാം. One of the meditations I would like to share with you. ഞാൻ ഈ വേദഭാഗത്തിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ചിന്തയാണ്. I got a revelation. I got a This is a thought. Revelation ഒന്നുമില്ല കേട്ടോ. I got a thought from by going through these verses. ഇവിടെ മാത്യു ഇരിക്കാൻ കൽപ്പിച്ചു എന്ന് എഴുതി, യോഹന്നാൻ എഴുതി ഇരുന്നവർക്ക് കൊടുത്തു. Matthew wrote to be seated and John wrote he provided those who sat down. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ 12 കൊട്ടം മിച്ചം വന്നത് ന്യായമായിട്ടും ഇങ്ങനെ ചിന്തിക്കാം, ഇരുന്നവർക്ക് മാത്രമേ അവിടെ ലഭിച്ചുള്ളൂ എന്നൊരു പാഠം നമുക്ക് പഠിക്കാം. So we can learn from here that since there were 12 baskets full were left over, those who are being seated only were fed. അതിനകത്തോടെ ഒരു ആത്മീയ ആശയം ഞാൻ നിങ്ങളോട് പറയാം. I would like to provide a spiritual thought through these verses. ദൈവത്തിന്റെ ഇടപാടുകൾ മുഴുവൻ അനുസരിക്കുന്നവരുമായിട്ടേ ഉള്ളൂ. Our Lord's dealing is only with those who obey him. Praise Lord. Amen. പ്രസംഗിക്കുന്നവരുമായിട്ടോ പാട്ടുപാടുന്നവരുമായിട്ടോ വേലയ്ക്ക് കൊടുക്കുന്നവരുമായിട്ടോ അതൊക്കെ അവിടെ മാറ്റി നിർത്തണം. എന്നിട്ട് ഒബേ ചെയ്യുന്നവരുമായിട്ട് മാത്രമേ ദൈവത്തിന് ഇടപാടുള്ളൂ. Our Lord Jesus only have a dealing with those who obey him. അങ്ങനെയെങ്കിൽ ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഫെയ്ത്തിന്റെ പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ വചനം അനുസരിക്കുക എന്നുള്ളത്. Maybe we have faith inside us, but the practical side of the faith is obeying the word of God. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നുണ്ട്. We all know that our Lord Jesus was turning water to wine. ചുമ്മാ ചിന്തിക്കാം, എപ്പോഴായി പച്ചവെള്ളം വീഞ്ഞായേ? Do you know when water turned to wine? എഴുതി വെച്ചിട്ടില്ല. It was not written. കോരിപ്പ വെള്ളമായിരുന്നു. When they drew, it was water. കൊടുത്തപ്പോ വീഞ്ഞായിരുന്നു. When they delivered, provided, it was wine. ഞാൻ ബഹുമാനിക്കുന്ന ഒരു ദേവദാസനെ കൊടുത്ത് വ്യാഖ്യാനം എന്നാണെന്നറിയാമോ? One of the preachers who gave this commentary. ആ വെള്ളം കോരി അങ്ങോട്ട് കൊണ്ടുപോയില്ലയോ? When the water was drew and was carried. അങ്ങനെ പോയപ്പോൾ ആ അനുസരണത്തിന്റെ വഴിയിലാണ് വെള്ളം വീഞ്ഞായത്. When they were drawing the water and when they were walking with obedience, on that way the water turned to wine. ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കിയേ, ദൈവത്തിന്റെ ഇടപാട് അനുസരിക്കുന്നവരുമായിട്ട് മാത്രമേ ഉള്ളൂ. The Lord Jesus or God's dealing was only with those who obey. സ്തോത്രം. Hallelujah. അങ്ങനെയെങ്കിൽ 12 കൊട്ട അനുസരണം കെട്ടവരുടേതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I was thinking that the leftover food of
12 baskets full were might be for those who didn't obey to sit. കർത്താവ് അവിടെ വന്ന് എല്ലാവർക്കും വേണ്ടിയാണ് അപ്പം അവിടെ അല്ലെങ്കിൽ വാഴ്ത്തി നുറുക്കിയത്. എന്നാൽ അതിൻ്റെ നന്മ അനുസരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, സകലർക്കും വേണ്ടിയാണ് നമ്മുടെ നാഥൻ മരിച്ചുയർത്തത്. എന്നാൽ അനുസരിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഗുണമുണ്ടാവുന്നുള്ളൂ. The whole meaning of this context is our Lord Jesus came to this world and he provided there the bread for all, but those who obeyed him only were able to enjoy the food from him. Praise the Lord. Amen. Hallelujah. ക്ലിയർ ആയോ സന്ദേശം? Hallelujah. എന്നാൽ സ്തോത്രം. വളരെ ദുഃഖകരമായൊരു കാര്യമുണ്ട്. ഈ നന്മയെല്ലാം ലഭിച്ച ഈ ബെത്സൈദ, കഫർന്നഹൂം, ഖോരസീൻ എന്ന് പറയുന്ന 3 സ്ഥലങ്ങൾ, നിങ്ങൾ യേശുവിൻ്റെ കാലത്തെ മാപ്പ് നോക്കിയാൽ മതി, വളരെ അടുത്ത് കിടക്കുന്ന 3 സ്ഥലങ്ങളാണിത്. We can see that these places, all the miracles happened. This Bethsaida, Capernaum and Koresh. These places later on we can read like this. എന്താ യേശു വേദനയോടെ ഈ സ്ഥലത്തെ നോക്കി പറഞ്ഞെന്നറിയാമോ? Do you remember what Lord Jesus, by looking this territory? നിന്നിൽ നടന്നത് വേറെ എവിടെയേലും നടക്കുമായിരുന്നെങ്കിൽ അവരെല്ലാവരും മനസാന്തരപ്പെട്ടേനെ. ഇതൊരു വാണിംഗ് ആണ് തമ്പുരാൻ നമ്മിൽ ചെയ്യുന്നത്. ഇത്രയെല്ലാം നന്മകൾ നൽകിയിട്ടും തമ്പുരാനോട് ചേർന്നിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേദനയോടെ തമ്പുരാൻ അന്ന് ആ പട്ടണങ്ങളെ നോക്കി പറഞ്ഞത് ഇന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കി പറയും. അതുണ്ടാകാതിരിക്കാൻ അനുസരണത്തോടെ ദൈവ വഴിയിൽ യാത്ര ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തിലൂടെ നമ്മളെ സഹായിക്കട്ടെ. We can see that Chorazin, Bethsaida and that territory, even though there were a lot of miracles happened, later on that cities were cursed because of their disobedience. That's why I would like to encourage you, when you listen to God, if you didn't fully obey him, you will not be blessed, but you will be cursed. എപ്പോഴും ചെക്ക് ചെയ്യണം. ദൈവവചനം വായിക്കുമ്പോൾ ഞാനത് അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, അനുസരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഇത് ഒരു ടെസ്റ്റ് ആയിട്ടായിരിക്കണം. നമ്മുടെ ചെറിയ ജീവിതം ദൈവത്തിന് മഹത്വത്തിനായിട്ട് കാരണമായി തീരട്ടെ. Whenever you read or listen the scriptures, always examine or test yourselves. Am I obeying? Am I going to be blessed or am I going to be cursed? നമ്മുടെ 2 കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയാം. Hallelujah. 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 Praise the Lord. Hallelujah. ക്ലിയർ ആയോ സന്ദേശം? സിമ്പിൾ ആണെങ്കിലും ക്ലിയർ ആയോ? I think that this message is clear. മതി. നമുക്കൊരു പാട്ടിന്റെ